സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. കുമരമ്പത്തൂർ ലയൺസ് ക്ലബ് ആൻഡ് KVR റസാഖ് എന്നിവരുടെ നേതൃത്വത്തിൽ പുലിക്കിലിയാട് പ്ലാങ്കൂടത്ത് താമസിക്കുന്ന ഹനീഫ എന്നിവർക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം ലയൺസ് ക്ലബ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ KM അഷ്റഫ് നിർവഹിച്ചു. ഒരു വീട് എന്നുള്ളത് ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കിടന്നുറങ്ങാനായിട്ട് അടച്ചുറപ്പുള്ള ഒരു വീട്, പ്രത്യേകിച്ച് ഹനീഫയുടെ വീടിൻ്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് റസാഖുള്ള പറഞ്ഞു. അവരുടെ സഹധർമ്മിണിയും പെൺകുട്ടികളടങ്ങുന്ന കുടുംബങ്ങളും മക്കളെയും കൂട്ടി തലച്ചായ്ക്കാൻ ഒരു ഇടം നൽകുക എന്നുള്ളത് ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. ആ സ്വപ്നം പൂർത്തീകരിക്കാനായിട്ട് കുമരപ്പത്തൂർ ലയൺസ് ക്ലബിൻ്റെ ഒരു ദൈവദൂതനായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റസാഖ് അവിടെ എത്തിപ്പെടുന്നത്. റസാഖിൻ്റെ എല്ലാവിധ സഹായത്തോടും കൂടി കുമരപ്പത്തൂർ ലയൺസ് ക്ലബ് ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ ഈ സമൂഹത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ് ഈ ക്ലബും റസാഖിലൂടെ ചെയ്യുന്നത്. കാരണം ഓരോ ദിവസവും നമ്മൾ പത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന നിത്യ ന്യൂസാണ് ടാർപ്പായ വഴിച്ച് കെട്ടിയ ഷീറ്റിൻ്റെ അടിയിൽ കിടന്നുറങ്ങുന്ന കുടുംബങ്ങൾ, ഒരു നേരം തലച്ചായ്ക്കാനായിട്ട് ഒരു ഇടമില്ലാത്ത നൂറുകണക്കിന് പേരുടെ കഥകൾ. ഇത്തരം പദ്ധതികളാണ് ലയൺസ് ക്ലബിൻ്റെയും പ്രധാനമായിട്ടുള്ള അജണ്ട. ലയൺസ് ക്ലബിൻ്റെ ഹോം ഫോർ ഹോംലെസ് എന്നുള്ള പദ്ധതിയിലൂടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഓരോ ക്ലബും നിരവധി വീടുകളാണ് ഓരോ സ്ഥലത്തും ചെയ്തു തീർന്നത്. അതിൽ ഉദാഹരണം കഴിഞ്ഞ വർഷം ചെത്തല്ലൂർ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റിനോട് ഇരിക്കുന്നുണ്ട്. അവരും ഇതേപോലത്തെ ഒരു കുടുംബത്തിന് ആ പ്രദേശത്ത് ഒരു വീട് വെച്ച് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ലയൺ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അവിടെ ആ ക്ലബിന് സാധിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത്രയ്ക്ക് വലിയൊരു പദ്ധതി ചെയ്ത റസാഖിന് ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഈ ആദ്യം നമ്മളിവിടെ അറിയിക്കുകയാണ്. ഇനിയും ഇത്തരം നല്ല നല്ല പദ്ധതികളുമായിട്ട് കുമരപ്പത്തൂർ ലയൺസ് ക്ലബിനും അളന്നല്ലൂർ ലയൺസ് ക്ലബിനും ചെത്തല്ലൂർ ലയൺസ് ക്ലബിനും മണ്ണാർക്കാട് ലയൺസ് ക്ലബിനും ശ്രീകൃഷ്ണപുരം ലയൺസ് ക്ലബിനും എല്ലാം മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മുടെ സർവീസ് ലയൺസ് ഇൻ്റർനാഷണൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ സർവീസ് പ്രൊജക്റ്റുകൾ കൂടുതൽ വിപുലീകരിക്കുക എന്നുള്ളതാണ് ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ ഏറ്റവും വലിയ ആശയം. കാരണം നമ്മൾ എവിടെയാണോ നമ്മുടെ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആ ഏരിയയിലുള്ള പദ്ധതികളാണ് ഓരോ ലയൺസ് ക്ലബും ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുമരപ്പത്തൂർ ലയൺസ് ക്ലബ് ചെയ്ത ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇതിലും വലിയ സന്തോഷം ഡിസ്ട്രിക്റ്റിലും ഞങ്ങൾക്കുമില്ല. കാരണം ഇന്ന് മലയാള മാസം മിഥുനമാസം, മിഥുനം 1-ാം തീയതിയാണ്. ഈ 1-ാം തീയതി ദിവസം തന്നെ ഇന്ന് ഡിസ്ട്രിക്റ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ്, പ്രീ ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. ആ പ്രീ ക്യാബിനറ്റ് മീറ്റിങ്ങിന് മുന്നേ തന്നെ രാവിലെ 9:30 ഇന്ന് ഡിസ്ട്രിക്ട് ഓഫീസിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞാനിവിടെ വരാൻ കാരണം ഏതൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് കടക്കുക എന്നുള്ളതാണ്. അതിന് മുന്നോടിയായി 2025-26 വർഷത്തെ ഡിസ്ട്രിക്റ്റിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് തുടക്കം കുറിക്കുന്ന ഇന്ന് ഡിസ്ട്രിക്ട് 3180 നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് കുമരപ്പത്തൂർ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഹനീഫയ്ക്ക് വീട് ഹാൻഡ് ഓവർ ചെയ്യുന്ന നിമിഷം. ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത ഈ പ്രവർത്തനത്തെ എൻ്റെ അഡ്രസ്സിൽ തീർച്ചയായിട്ടും ഞാനത് പറയുന്നതായിരിക്കുമെന്നും നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഹനീഫയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വളരെ സന്തോഷത്തോടും ശാന്തിയോടും സമാധാനത്തോടും. കുമരമ്പത്തൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് മുജീബ് മല്ലിയിൽ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ് സോണൽ ചെയർമാൻ ബാബു മൈക്രോ, സ്നേഹവീടിന്റെ പ്രൊജക്ട് ലീഡർ KVR റസാഖ്. ശേഷി കുറവുള്ള ഒരാളാണ്, മതി കുടുംബത്തിൽ കുറവ് പ്രയാസത്തുള്ള ഒരാളാണ്. ഒരു മോള് എന്നുള്ളത്, അതിന് 4 പെൺകുട്ടികളാണ്.
ആ മോള് വിവാഹം കഴിച്ചാൽ ഉപേക്ഷിച്ച് പോയി. അങ്ങനെ വാപ്പയും ഉമ്മയും മോളും 4 ചെറിയ കുട്ടികളുമായിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അയാൾ എൻ്റെ അടുത്ത് പല പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് വീടിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ തറപ്പണി തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ തറപ്പണി തീർന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞാൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ വന്നു, വീട് കണ്ടു. ഞാൻ എൻ്റെ വൈഫും കൂടി വന്നിരുന്നു. വീട് കണ്ടപ്പോൾ നമുക്ക് അയാൾക്ക് നമുക്ക് സഹായിച്ചാലും അദ്ദേഹത്തിനെ കൊണ്ട് വീട് കെട്ടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങളത് ചെയ്തു തരാതുകൊണ്ട് അങ്ങനെ ആരംഭിച്ചതാണ്. അതിൽ നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ പല മെമ്പർമാരും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകളൊക്കെ നമ്മളെ വെള്ളത്തിൻ്റെ കണക്ഷനും കറണ്ടിൻ്റെ കണക്ഷനൊക്കെ വേണ്ടിയിട്ട് കൂടെ നിന്ന് സഹായിച്ച അതുമാതിരി വാർഡ് മെമ്പർ മോഹൻ മാസ്റ്റർ, അതുമാതിരി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വേണ്ട കാര്യങ്ങൾക്കൊക്കെ സഹകരിച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ നമ്മുടെ ഈ നാട്ടിലെ സെയ്ദ് ലഭിക്ക, അദ്ദേഹമാണ് എന്ത് വിളിച്ചു പറഞ്ഞാലും മൂപ്പറന്നെ എല്ലാം ചെയ്യണ ഹെൽപ്പേഴ്സാണ്. അദ്ദേഹം വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വിളിച്ചാലും കൂടെ വരും. അതുമായി തന്നെ എൻ്റെ ഒരു ആവശ്യം ഇവിടെ വരവില്ല. സെയ്ദിലൊക്കെ അത്രയും അതിനുവേണ്ടി സഹകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിനുവേണ്ടി പ്രതിഫലം കൊടുക്കട്ടെ. അതുമായി തന്നെ ഈ അനീഫാക്ക ഈ വീട് ഉണ്ടാക്കാനുള്ള കാരണം അദ്ദേഹം വീട്ടിൽ വന്ന് പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ ഉള്ളൊരാഗ്രഹം, എനിക്ക് മരിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് മാത്രം മതി, എനിക്ക് ഒന്നിനും താല്പര്യമില്ല, എനിക്ക് കടന്ന് മരിക്കാൻ ഒരു വീടുണ്ടായാൽ മതി, അത്ര ആഗ്രഹമുള്ളൂ, വേറെ ഒന്നുമില്ല. അത് എനിക്ക് നല്ല ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാനത് ഏറ്റെടുത്ത് അത് ചെയ്യാൻ അതായത് ഏതായാലും അതൊരു ചെറിയ വീടാണെങ്കിലും പറയുണ്ടായിരുന്നത് കൊണ്ട് 5-6 ലക്ഷം രൂപയുടെ ചെലവിൽ പരമാവധി ഒതുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരും സഹകരിച്ചതിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ലയൺസ് ക്ലബിൻ്റെ ഈ സംഭവം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മോഹനൻ മാസ്റ്റർ, അലനല്ലൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ്, ചെത്തല്ലൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, ശ്രീകൃഷ്ണപുരം ലയൺസ് ക്ലബ് ചാർട്ടേഡ് പ്രസിഡന്റ് ഹരിദാസ്, കുന്തിപ്പുഴ ലയൺസ് ക്ലബ് വൈസ് പ്രസിഡന്റ് സുധീഷ്, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺമാരായ PPK അബ്ദുറഹ്മാൻ, അസീസ് മാസ്റ്റർ, കുമരമ്പത്തൂർ ലയൺസ് ക്ലബ് ഭാരവാഹികളായ മധുസൂദനൻ, വൈശാഖ്, പ്രവീൺ KT, നാഗരാജൻ എന്നിവർ പ്രസംഗിച്ചു. കുമരമ്പത്തൂർ ലയൺസ് ക്ലബ് സെക്രട്ടറി സുരേഷ് VS സ്വാഗതവും കുമരമ്പത്തൂർ ലയൺസ് ക്ലബ് ട്രഷറർ നിഖിൽ PG നന്ദിയും പറഞ്ഞു.